ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ നാടിനെ ഇഷ്ടപ്പെട്ടാൽ, എന്റെ മദീനയെ ഇഷ്ടപ്പെട്ടാൽ, എന്റെ മദീനയിൽ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട മദീന, ആ മദീനയെ സ്നേഹിച്ചുകൊണ്ട്, ആ മദീനയെ ബഹുമാനിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് മദീനത്ത് ചെന്ന് മരണപ്പെട്ട അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? വജബതു ലഹു ശഫാഅതി, അവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. മദീനയെ സ്നേഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദീനയിൽ പോയി മരണപ്പെട്ടാൽ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിരുതുന്ന ദിവസമുണ്ടല്ലോ, അതാ ഖബറിനകത്ത് നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പടച്ചവരെ എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ അവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ആ ജന്നത്തുൽ ബഖയിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണാമായിരുന്നു, നടന്ന് ഖബറിന്റെ ആ ഖബർസാനിന്റെ മധ്യഭാഗത്ത് ചെല്ലുമ്പോ ഒരടയാളം വെച്ച ഒരു ഖബർ കാണാം, ഒരടയാളം വെച്ച ഒരു ഖബർ കാണാ. ചിലപ്പോഴൊക്കെ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നത് കാണാ. ആ മനുഷ്യനോട് ഈ ഖബർ ആരുടേതാണ്, ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബർ ആരുടേതാണ് അവിടെ നിന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ പറയും, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസാനിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടോ. മഹാനായ ഉസ്മാൻ തങ്ങള് ഒരുപാട് പഠിക്കണം സഹോദരാ. ആ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിക്കണമടോ. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്, മുറുകെ പിടിക്കാൻ ഒരുപാട് നന്മകളുണ്ട്. അല്ലാഹുവേ, ആ ഉസ്മാൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ.